നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിവാഹം കഴിഞ്ഞ് 1 മാസം ആയല്ലോ. ഹണിമൂണിന് പോവാൻ ഇപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടിയത്? ഓരോരോ തിരക്കുകളായിരുന്നു ഡോക്ടർ. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് സമാധാനത്തോടെ പോവാന്ന് കരുതി. എനിക്ക് തിരക്കൊന്നുമില്ലായിരുന്നു. ഞാൻ ഏത് സമയത്ത് റെഡിയായിരുന്നു. ചുമ്മാ പറയുന്നത് ഡോക്ടറെ. ശരത്തേട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളുടെ പുറകെയായിരുന്നു. ആളും ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയത്. പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ പേഷ്യന്റിന്റെ കാര്യം അന്വേഷിച്ചിട്ട് പോന്നു വെച്ചു. അതാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. കാർത്തികിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ തുടരുക. സിവിയർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയാണ്. ഒരു റിക്കവറി പ്രതീക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാർത്തികിന് വീൽ ചെയർ തന്നെ തുടരേണ്ടി വരും. പലരിൽ നിന്നുള്ള പറഞ്ഞറിവ് വെച്ച് പുള്ളി വലിയ കക്ഷിയാണെന്നാ കേട്ടത്. അതിന്റെയൊക്കെ ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഒരു ശൈശവക്കാരന്റെ ബുദ്ധിയും രീതികളും മാത്രമേ ഇനി അങ്ങോട്ടുണ്ടാവൂ. എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? നോ ഹോപ്പ്. അങ്ങനെയൊന്ന് വിദൂരമാണ്. ഇത്തരം ഇഞ്ചുറി ഉണ്ടാവുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ്. പിന്നെ ഇമോഷണൽ റെസ്പോൺസ് ഇല്ലാതെയാവും. അതായത് മണം തിരിച്ചറിയാൻ പറ്റാതാവാം, ചിരിക്കാനുള്ള കഴിവില്ലാതാവുക, കരയാനാവില്ല, ദേഷ്യപ്പെടാനാവില്ല. അങ്ങനെയുള്ള ഒരു വികാരങ്ങളും അവർക്കുണ്ടാവില്ല. അഥവാ അവർ എന്തെങ്കിലും കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്താൽ പോലും അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല. ശരിക്കും പിറന്ന ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞിന്റെ പെരുമാറ്റം എങ്ങനെയാണോ അതുപോലെ. ഡോക്ടർമാർ പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും പറയാതെ വയ്യ. അയാളുടെ വിധി ഇരുന്നു വാങ്ങിയതാണ് ഇപ്പോഴത്തെ ജീവിതം. അതൊരു ദുരന്തമാണെങ്കിൽ കൂടി അനുഭവിച്ചേ മതിയാവും. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അയാളെ ഏറ്റെടുക്കാൻ പോലും ആരുമില്ലെന്നാ. ഒരമ്മയുണ്ടായിരുന്നത് കിടപ്പിലായില്ലേ? അതെ ഡോക്ടർ. തൽക്കാലത്തേക്ക് ഞാൻ ഇടപെട്ട് ഒരു ഓർഫനേജ് കയറി കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ അധിക നാൾ അക്കോമഡേറ്റ് ചെയ്യാനാവില്ലല്ലോ. ഇന്നവര് കൊണ്ടുപോകാൻ വരുമെന്ന് അറിയിച്ചത്. ഞങ്ങൾക്ക് കാർത്തികിനെ ഒന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? സർജിക്കൽ പിഒയിലാണ് ഇപ്പോൾ കാർത്തിക് ഉള്ളത്. മാഡം അങ്ങോട്ട് ചെന്നാ മതി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. വെൽക്കം ആൻഡ് വിഷ് യു എ ഹാപ്പി ഹണിമൂൺ ജേർണി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.
എപ്പോഴാ ഫ്ലൈറ്റ്? മാഡം, ഇത് ആരോരും ഇല്ലാത്തവരെ ഏറ്റെടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ. എനിക്ക് ഇയാൾ ആരുമല്ല, ആരോ ഒരാള്. അപരിചിതരായ എത്രയോ ആളുകളെ ഞാൻ പരിചരിക്കുന്നു. ആ കൂട്ടത്തിൽ പുതിയൊരാൾ കൂടി. ഇതായിരിക്കും ചിലപ്പോൾ ദൈവനിശ്ചയം. ഒരുപാട് അനാഥരുടെ കൂടെ ഞാൻ ഇയാളെയും കൂട്ടുന്നു. ഒരനാഥരെന്ന പരിഗണനയോടെ കൊണ്ടുപോവാൻ ഞാൻ. എന്റെ വൈകയ്ക്കൊപ്പം ജീവിക്കണമെങ്കിൽ ഈ അഭിനയം ഞാൻ എത്ര വേണമെങ്കിലും തുടരാം. ഇതും എൻ്റെ ഒരു തന്ത്രം. ഞാൻ സ്നേഹിക്കുന്നവൾക്കൊപ്പം ജീവിക്കാൻ ഞാൻ നടത്തുന്ന അടുത്ത അഭിനയം. മനസ്സ് നിറയെ കുതന്ത്രങ്ങളുമായി കാർത്തിക്, ഒരു നിഗൂഢ മനസ്സുമായി വൈഗ, 1000 പ്രതീക്ഷകളുമായി സുന്ദരിയും ശരത്തും. ഇവരുടെ ജീവിതയാത്ര തുടരുകയാണ്.